മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങളോട് പറയുന്നത്. ഇന്നലെ 5-ാം തീയതി എൻ്റെ മകളുടെ ഗൃഹപ്രവേശമായിരുന്നു. പുതിയ വീട് പണിത്, സിമ്പിളായിട്ട് പൂജയൊക്കെ നടത്തി കുറച്ചു പേരെ മാത്രം വിളിച്ച് ആ കാര്യം ഭംഗിയായിട്ട് ചാരിതാർത്ഥ്യത്തോടുകൂടി നടത്തി. ഇതിനിടയ്ക്ക് ചിലര് എൻ്റെ മകളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും കേൾക്കെ, എൻ്റെ മകനും കേൾക്കെയൊക്കെയാണ് പലതും ചോദിച്ചത്. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഇത്ര ഭംഗിയായിട്ട് സിമ്പിളായിട്ട് ഈ വീട് പണിതപ്പോൾ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ആവശ്യമില്ലാതെ കുറേ സജഷൻ നിരന്തരം പമ്പ് ചെയ്തുകൊണ്ടിരുന്നില്ല. അവര് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള മാതിരി നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് എന്താ വേണ്ടതെന്ന് ചെയ്യാം. ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ 100% ഉണ്ടാവും. അടുത്ത് തന്നെയാണ് താമസം എന്നുള്ളത് കൊണ്ട് ഉണ്ടാവും. ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടില്ല, ആവശ്യമുള്ളത് അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നത് അവള് കൂട്ടി ചെയ്ത് പറഞ്ഞു. ആരും വേണ്ടതിനും വേണ്ടാത്തതിനും ഉപദേശം തന്ന് ഞങ്ങൾക്ക് ടെൻഷൻ നൽകിയില്ല. നല്ല കോൺട്രാക്ടർ, നല്ല രീതിയിൽ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ച് അതിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഒരു ലക്ഷറിയും ഇല്ലാതെ സിമ്പിൾ യൂട്ടിലിറ്റി അനുസരിച്ചിട്ട് ഇത് പണിതത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ദിവസം പോലും ലീവ് എടുക്കേണ്ടി വന്നില്ല. ലോറിയോ വണ്ടിയോ പോകാത്ത ഇടവഴിയിൽ ഉണ്ടാക്കിയ ഈ വീടിന് ചുമട്ട് തൊഴിലാളികളുടെയോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കോൺട്രാക്ടർ തന്നെ കൈകാര്യം ചെയ്തു. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെട്ടില്ല. ഞങ്ങളുടെ ഈ തീരുമാനത്തിൽ ആവശ്യമില്ലാത്തവര് ആവശ്യമില്ലാത്ത സജഷൻ ആവശ്യമില്ലാത്ത സമയത്ത് തന്നിട്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കിയില്ല എന്ന് പല വാക്കുകളിലൂടെ ചിലരോട് പറയുന്നത് ഞങ്ങൾ കേട്ടു. ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ചിലർക്കത് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. എവിടെയെങ്കിലും ഉപദേശം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവൂ. എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കാവൂ. ആർക്കെങ്കിലും നമ്മളുടെ സഹായം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോഴേ കൊടുക്കാവൂ. ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആവശ്യം ആയിട്ടുള്ള ചില കാര്യങ്ങൾ ലഭിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ ഫോണിലൂടെയോ അല്ലാതെയോ ചോദിക്കാം. എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ, ഉണ്ടെങ്കിൽ സർവദാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ, നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കതൊരു ഭാരമാകാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. ശരിക്കും ഭഗവത്ഗീത അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തത് എത്രയോ കാലത്തെ പരിചയമുള്ളതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. അപ്പോഴൊന്നും ഉപദേശിച്ചില്ല. ആ യുദ്ധക്ഷേത്രത്തിൽ അത് ഇമാജിനറി യുദ്ധമാണോ ഒറിജിനൽ യുദ്ധമാണോ, മെന്റൽ യുദ്ധമാണോ ഫിസിക്കൽ യുദ്ധമാണോ, നാഷണൽ യുദ്ധമാണോ റീജിയണൽ യുദ്ധമാണോ, ഏതായാലും വിരോധമില്ല, അല്ലെങ്കിലും വിരോധമില്ല. ആവശ്യമുള്ള സമയത്തെ ഭഗവത്ഗീത പോലെയുള്ള സന്ദേശം കൊടുത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് രാജ്യഭാരം നടത്തുന്ന വേളയിൽ അന്ന് തന്ന ഉപദേശങ്ങൾ ഒരിക്കൽ കൂടി തരണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, അന്ന് തന്ന ഉപദേശങ്ങളല്ല ഇന്ന് വേണ്ടത്, ഇന്ന് വേറെ ചില കാര്യങ്ങളാണ്. ഈ ഉപദേശങ്ങളും ദേശകാല പരിച്ഛിന്ന, ദേശവും കാലവും വ്യക്തിയും അവിടെ ആ ചുറ്റുപാടുകളുമെല്ലാം നോക്കിയിട്ട് വേണം കൊടുക്കാൻ. സ്വീകരിക്കുന്ന വ്യക്തിയുടെ വേവ് ലെങ്ത്, ആ സമയത്തിൻ്റെ പ്രത്യേകത, ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ പോസിറ്റീവോ നെഗറ്റീവോ അതെല്ലാം നോക്കിയിട്ട് വേണം ഉപദേശങ്ങൾ കൊടുക്കാൻ. നമ്മൾ പലപ്പോഴും ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കും. ആവശ്യമില്ലാത്തതിനെല്ലാം ഇൻ്റർഫിയർ ചെയ്യും. അവരെ കൊണ്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അനുവദിക്കാതെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ചെന്ന് അവരുടെ വീട് പണിക്ക് നേതൃത്വം കൊടുക്കുക, എന്നിട്ട് അവർക്ക് അത് തന്നെ ഒരു തലവേദനയാവുക, എൻ്റെ സമയം മുഴുവനും അതിനാക്കിയിട്ട് വേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള
കമന്റുകൾ പിന്നീട് വരേണ്ടി വരുന്നത് വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടാത്ത ആൾക്കാർ, വേണ്ടാത്ത ഉപദേശവും വേണ്ടാത്ത സഹായവും വേണ്ടാത്ത സപ്പോർട്ടും വേണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തലയിൽ ഇമ്പോസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, സഹായം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുകയാണെങ്കിലും ഏത് സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിലും അത് ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ, അത് ഷോക്കാവുന്ന വിധത്തിൽ, പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവുമെന്ന് വിചാരിക്കാതിരിക്കുക. അയാൾ ചോദിക്കുക, തനിക്കിത് വേണോ? ശരിക്കും എൻ്റെ മകൻ ഇന്നലെ എൻ്റെ മകളോട് ചോദിച്ചു, ചേച്ചിയോട് ചോദിച്ചു, ഞാനൊരു നല്ല വിളക്ക് മേടിച്ച് തരട്ടെ പുതിയ വീട്ടിൽ വെക്കാൻ. അപ്പോൾ മകൾ പറഞ്ഞു, 5-6 വിളക്ക് ഇവിടെയുണ്ട്, അത് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, മാറി മാറി വെച്ചാൽ പോലും 2 വിളക്കിൻ്റെ ആവശ്യമേ. അപ്പോൾ അവനത് കൊടുത്തില്ല. ചോദിച്ചതിന് ശേഷം കൊടുക്കാം. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞത് അത് പ്രൊജക്റ്റ് ചെയ്യാനല്ല. അപ്പോൾ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് മറ്റുള്ളവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് അവനവൻ്റെ ജീവിതത്തിൽ, എക്സാമ്പിൾ പറയുമ്പോൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഓർമ്മിക്കാം, ആർക്കെന്ത് കൊടുക്കുകയാണെങ്കിൽ, തോട്ട്സ്, വിഷൻ അല്ലെങ്കിൽ മിഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, മെറ്റീരിയൽ, എന്ത് കൊടുക്കുമ്പോഴും അവർക്കത് വേണ്ടതാണോ എന്ന് നല്ലോണം പരിശോധിച്ചതിന് ശേഷമേ കൊടുക്കാവൂ എന്ന വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഇന്നലെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.